السلام عليكم ورحمة الله. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدث بدعة وكل بدعة ضلالة. اتقوا الله عباد الله. സ്നേഹനിധികളായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ള ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ബലവത്തെ ഉപദേശിക്കുന്നു. അങ്ങ് സൂചിച്ച് നരകാഗ്നിയിലും അകറ്റപ്പെട്ട് വിചാരം കൂടാതെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കുക, അത് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിച്ചറിയുക, എന്നിട്ട് ജീവിതത്തിൽ പാഠ്യമാക്കുക, മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഫറലാകുന്നു. ആ കാര്യം നിങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാകുന്നു ഞാൻ വിശുദ്ധ ഖുർആനിലേക്ക്, തഫ്സീറിലേക്ക്, സാരാർത്ഥത്തിലേക്ക് വരുന്നത്. സൂറത്ത് നൂർ 33-ാമത്തെ വചനത്തിൻ്റെ തുടക്കം മുതലാണ് ഇനി നമുക്ക് സാരാർത്ഥം പറയാനുള്ളത്. അതിലേക്കുള്ള ശ്രദ്ധ ഞെട്ടിക്കുന്നു. അള്ളാഹു തുഫിയുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വൽയസ്തഗ്ഫിർ ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫളിഹി. വൽയസ്തഗ്ഫിർ ചാരിത്രം സംരക്ഷിച്ചു കൊള്ളട്ടെ. അല്ലദീന യാതൊരു കൂട്ടർ ലാ യജിദൂന നിക്കാഹ, നിക്കാഹിന് വിവാഹത്തിന് വകയില്ല, സാധിക്കാത്തവരെ അവർ ചാരിത്രം സംരക്ഷിച്ചു കൊള്ളട്ടെ. അവിവാഹിതരായ ആളുകൾ അവർക്ക് സാധിക്കുന്നില്ല, എന്തിന്? സാമ്പത്തികമായി ശേഷി വേണം വിവാഹത്തിന്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? അവരെ ചാരിത്രം സംരക്ഷിച്ചു കൊള്ളണം. ഹത്താ യുഗ്നിയഹുമുല്ലാഹു ഫളിഹി, അല്ലാഹു തആല അവൻ്റെ ഔദാര്യത്തിൽ നിന്നും ധന്യ നൽകുന്നവരെ. വല്ലദീന യാതൊരു കൂട്ടർ യബ്തഗൂന കിതാബ, യബ്തഗൂന അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കിതാബ സ്വാതന്ത്ര്യ കച്ചീട്ട്, റിലീസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അടിയന്മാരുടെ കൂട്ടത്തിൽ അടിമകളിൽപ്പെട്ടവർ ആളുകൾ മിമ്മാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളെ വലങ്കൈ ഉടമ്പെട്ടിയവർ, അതായത് അടിമകളായ ആളുകൾ എന്ത് ചെയ്യുന്നു? ജമാന്മാരോട് എന്ത് ചെയ്യുന്നു? അവരെ സ്വാതന്ത്ര്യ ചീട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറ, അവരിൽ ഹൈർ ഉണ്ട് എങ്കിൽ, നന്മയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് റീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വതന്ത്രരായി വിട്ടാൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഹൈറായിരിക്കും എന്ന് കരുതുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ചീട്ട് എഴുതി സ്വാതന്ത്ര്യ കഴിച്ചിട്ട് കൊടുക്കണം, റീസ് കൊടുക്കണം. വാദോഹും മിൻ മാലില്ലാഹി ലദീ ആതാക്കും, മാത്രമല്ല അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കുകയും വേണം. വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാഇ, മറ്റൊരു വിഷയം കൂടി അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ യുവതികളെ എന്ത് ചെയ്യുന്നു? വ്യഭിചാരത്തിന് വിട്ടിരുന്നു യജമാനന്മാർ. അങ്ങനെ അവരെ സമ്പാദിച്ചിരുന്നു. അതെന്ത് ചെയ്യല്ലേ? കാര്യം ചെയ്യരുത്, പോയരുത് എന്ന കാര്യമാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. വലാത്തുകരിഹും, അവരെ നിങ്ങൾ നിർബന്ധിക്കരുത്, ഫതയാത്തിക്കും നിങ്ങളുടെ അടിമകളായ യുവതികളെ, അൽ ബിഗായി തോന്നിവാസത്തിന്, അത് തഹ്സുന അവർ ചാരിത്രശുദ്ധി ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ലിതബ്തഗു അറൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതം, ഇഹലോക വിഭവങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, കിട്ടുവാൻ മോഹിച്ചുകൊണ്ട്, വമൻ യുക്രിഹുന്ന, വല്ലവനും അവർ നിർബന്ധിപ്പിച്ചു ആ തോന്നിയാസിന് വേണ്ടി എങ്കിൽ, ഫഇന്നല്ലാഹ മിൻ ബഅദി ഇക്രാഹിന്ന, അവർ ആ നിർബന്ധത്തിന് ശേഷം അവർ വഴങ്ങേണ്ടി വരികയും ചെയ്തു എങ്കിൽ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? മിൻ ബഅദി ഇക്രാഹിന്ന ഗഫൂർ റഹീം, അവർ ആ നിർബന്ധ കാര്യം അവരെന്ത് ചെയ്തു? ജമാന്മാർ നിർബന്ധിച്ചു പോയി, പക്ഷേ എന്ത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്തു ആ മഹാപാപത്തിൽ നിന്നും അല്ലാഹു തആല അവർക്ക് പുറത്ത് മാഫാക്കി കൊടുക്കും എന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ്. കാരണം അടിമകളാണല്ലോ, ജമാന്മാരെ അനുസരിക്കേണ്ടതുണ്ട്, അവർക്ക് മറ്റൊരു നിവൃത്തിയില്ല. അല്ലാഹു തആല നിർബന്ധ, പക്ഷേ ഇവരെന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നുമില്ല, അവർക്ക് വെറുപ്പുമാണ്. എങ്കിൽ കൂടി അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? അവർക്ക് പുറത്തു കൊടുക്കും എന്നുള്ള വിഷയമാണ് ഈ ആയത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്.
വലഖദ് അൻസൽനാ ഇലൈക്കും ആയാത്തും മുബയ്യിനാത്ത്. വലഖദ് നിശ്ചയമായും അൻസൽനാ അല്ലാഹു തആല പറയുന്നത് നിശ്ചയമായും നാം അവതരിപ്പിച്ചിരിക്കുന്നു ഇലൈക്കും നിങ്ങളിലേക്ക് ആയാത്ത് മുബയ്യിനാത്ത് വ്യക്തമായ ലക്ഷ്യങ്ങൾ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ല, നിയമനിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടത് കാര്യങ്ങളൊക്കെ തന്നെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായി നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. മസലമിനിൽ ഹലവും കബലിക്കും നിങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയുള്ള ഉദാഹരണങ്ങളും പല സമൂഹത്തെയും അല്ലാഹു തആല നശിപ്പിച്ചു. എന്തിനു വേണ്ടി? ആ ഉദാഹരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്, അതും നിങ്ങൾക്ക് അറിയിച്ചു ഇറക്കി തന്നിട്ടുണ്ട്. മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ സ്വീകരിക്കണം, അത് ആണ് വേണ്ടത് എന്നാണ് അല്ലാഹു തആല നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ മസലം ഹലോമിൻ കബലിക്കും ഈ കാര്യം എന്ത് ചെയ്യുന്നു അല്ലാഹു തആല ആവർത്തിച്ച് എന്ത് ചെയ്യുന്നു ഖുർആനിലൂടെ നൂഹ് നബി ഇസ്ലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുമ്പുള്ള പ്രവാചകന്മാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള പ്രവാചകന്മാർ വരെയുള്ള ഒരുപാട് സമൂഹത്തെ അല്ലാഹു തആല നശിപ്പിച്ചു. അതാണ് മസലും ഹലോമിൻ കബലിക്കും മുമ്പ് ഉള്ളവരുടെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു അവർ നശിപ്പിച്ചത്? നൂഹ് നബി ഇസ്ലാമിൻ്റെ സമൂഹം നശിപ്പിച്ചു കളഞ്ഞു. സത്യവിശ്വാസികളൊക്കെ രക്ഷപ്പെടുത്തി വിശ്വാസികൾ നശിപ്പിച്ചു കളഞ്ഞു. അവിടെ ഇങ്ങോട്ട് മുഹമ്മദ് ആദ് സമൂദ് തുടങ്ങിയ പല ഗോത്രങ്ങളെയും സമൂഹത്തെയും അള്ളാഹു നശിപ്പിച്ചു കഴിഞ്ഞു. സത്യവിശ്വാസികളും പ്രവാചകന്മാരെയും രക്ഷപ്പെടുത്തി. ആ കാര്യം അല്ലാഹു തആല ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാവൂ. അതാവുന്നു അള്ളാഹു പ്രവാചകന്മാർ മുഖേന ഒന്നാമതായി അറിയിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ മറ്റാരുമില്ല എന്ന ആ പ്രബോധനം കൊണ്ടല്ലാതെ അള്ളാഹു തആല അറിയിച്ചിട്ടില്ല. അതായത് ആരാധനകളായ ആരാധനകളായ പ്രാർത്ഥനകൾ, അതുപോലെ നേർച്ചകൾ, അതേപോലെ തന്നെ ആരാധനപ്പെട്ട മറ്റു കർമ്മങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തിരുന്നു അവർ അള്ളാഹുവർക്ക് ചെയ്തിരുന്നു, മറ്റു മഹാന്മാർക്ക് ചെയ്തിരുന്നു. അതൊക്കെ എന്താവുന്നു? അത് മഹാ അപകടമാകുന്നു. അങ്ങനെ ചെയ്യരുത്. ആരാധന അള്ളാഹു മാത്രമാകുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്തു പോയാൽ മരണത്തിന് ജീവിതമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാതെ കാലാന്തരമായി നിങ്ങൾ നരകത്തിൽ അകറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് ആ മഹാപാപം അള്ളാഹുവർക്ക് ആരാധന നിങ്ങൾ അർപ്പിക്കരുത്, അള്ളാഹു മാത്രം ആരാധന അർപ്പിക്കുക എന്ന സന്ദേശം കൊണ്ടായിരുന്നു എല്ലാ പ്രവാചകന്മാരും അള്ളാഹു നിയോഗിച്ചത്. അങ്ങനെ അധികം ആളുകളും വിശ്വസിച്ചില്ല. വിശ്വസിക്കാത്ത ആളുകളെ നശിപ്പിച്ചു കളഞ്ഞു. അതാണ് മസലുൽ ഹലവും ഖബരിക്കും എന്നുള്ള ആ കാര്യം അള്ളാഹു എടുത്തുദ്ധരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു നശിപ്പിക്കൽ എന്ത് ചെയ്യാതേക്കാം കഴിവുറ്റവനാണ് അള്ളാഹു. ആ കാര്യം ഇനി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം എന്തുകൊണ്ട് ഇല്ല, ഒരു പ്രവാചകന്മാർ വന്നില്ല. അതുകൊണ്ട് വട്ടായുള്ള നശിപ്പിക്കൽ ഉണ്ടാകണം എന്നില്ല. എങ്കിൽ കൂടി അള്ളാഹുവിൻ്റെ ശിക്ഷ അള്ളാഹു വെറുക്കപ്പെട്ട കാര്യമാകുന്നു. അത് കാര്യങ്ങൾ സൂക്ഷ്മത വേണം എന്നതാണ് അള്ളാഹു ആവർത്തിച്ച് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പഠിച്ചറിയുവാനും അതേപോലെ തന്നെ അത്തരം കാര്യങ്ങൾ ജായിസാണ്. മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കൽ ജായിസാകുന്നു. അതേപോലത്തെ അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, ബിദ്അത്തുകൾ, ദലാലത്തുകളായ കാര്യങ്ങൾ അതും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണക്കാർ നമ്മൾ അതൊക്കെ ഉപേക്ഷിക്കുവാനുള്ള ആവശ്യപ്പെടണം. അവരെ വെറുക്കാത്ത രൂപത്തിലൂടെ ഇത്തരം കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം ക്ഷമ നമ്മൾ കൈവരിക്കേണ്ടി വരും. അങ്ങനെ ക്ഷമിച്ചുകൊണ്ടെങ്കിലും അവർക്ക് ഇഷ്ടമല്ലെങ്കിലും അവർ തൃപ്തിയില്ലെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വർഗം നഷ്ടപ്പെട്ടു പോകും. അത് സ്വീകരിക്കാണ്ടിരിക്കട്ടെ എന്ന് നമ്മൾ ധർമ്മം എന്താണ്? ഇത് സത്യം എന്നതാണ്, മറ്റേ അസത്യമാകുന്നു. ഖുർആനിലൂടെ ഹദീസിലൂടെ പഠിച്ചറിയുക, മറ്റുള്ള പഠിപ്പിച്ചു കൊടുക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് മാറട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ മാശർ ശബാബ്, അള്ളാഹു തആല ഷബാബ് എന്ന ബാല്യക്കാർ, ചെറുപ്പക്കാർ, ആളുകൾ വിളിച്ചുകൊണ്ട് പറയാണ്, സമൂഹമേ, യുവാക്കളെ, മൻഇസ്തതാഅ മിൻകും ബാഅത, നിങ്ങൾ വിവാഹത്തിന് സാധിക്കുന്നവർ, ഫലിയതസവ്വജ്, നിങ്ങൾ എന്ത് ചെയ്യണം? വിവാഹം ചെയ്യണം. ഫഇന്നഹു അഗ്ളു ലിൽ ബസർ, അതെന്ത് ചെയ്യുന്നു? നിങ്ങൾ കാഴ്ചയെ മിഴിയെ താഴ്ത്തിക്കൊള്ളും. വഹസുൽ ഫർജ്, നിങ്ങളെ ഗുഹസ്ഥാനത്ത് സംരക്ഷിച്ചുകൊള്ളും. ഒമല്യസ്തതിഅ, ആർക്കും സാധിച്ചില്ലെങ്കിൽ ഫാലിഹിൽ ബിസൗം, അവർ എന്ത് ചെയ്യും? നോമ്പ് അനുഷ്ഠിക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, അത് നിശ്ചയമാവുന്ന ഒരു സംരക്ഷണമായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് അത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക, വിവാഹ പ്രായം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം ചെയ്ത് കൊടുക്കണം. എന്ത് ചെയ്യരുത്, അതിന് പിന്തിക്കരുത്. അതിന് സാമ്പത്തിക ശേഷി ഇല്ലല്ലോ എന്ന് ഖുർആൻ കഴിഞ്ഞ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു താല എന്ത് ചെയ്യുന്നു, അവർക്ക് സാമ്പത്തിക ശേഷി നൽകും. അക്കാര്യം അള്ളാഹു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഭയപ്പാട് കൊണ്ട് സാമ്പത്തികമായി ജോലിയും പരീക്ഷയും കാര്യങ്ങളും കഴിഞ്ഞു, ജോലിയും കാര്യങ്ങളും ആവട്ടെ എന്ന് എന്ത് ചെയ്യേണ്ട, വിവാഹപ്രായം എത്തിയാൽ നമ്മൾ വിവാഹം ചെയ്ത് കൊടുക്കണം എന്നൊരു കാര്യമാണ് അള്ളാഹു താല ഒന്നല്ലെങ്കിൽ പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ ബാധ്യമാക്കുവാനും മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖുമാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم. أعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. أنت المستعان عليك البلاغ لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, പ്രയാസങ്ങൾ ഞെരുക്കൽ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ധാരാളമായുണ്ട്. ഞങ്ങൾ രോഗികളായുള്ളവരുണ്ട്. ഞങ്ങൾ ദുആക്ക് പരസ്പരം വസിയ്യത്ത് ചെയ്തവരുണ്ട്. പല ജാതി വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ ഞങ്ങൾക്കുണ്ട്. പടച്ച തമ്പുരാനെ, ഞങ്ങളെ എല്ലാ വിഷമങ്ങളും മനസ്സുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതായ അല്ലാഹുവേ, നീ ഞങ്ങളെ പ്രയാസങ്ങൾ ഞെരുക്കൽ ദുരിതങ്ങളിലൊക്കെ തന്നെ നീ തുറവി നൽകണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള പരീക്ഷകൾ നീ തന്ന് പരീക്ഷിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഈമാൻ തെറ്റാതെ മുഅ്മിനായി തന്നെ ജീവിച്ചു ഭരിക്കുവാനും ക്ഷമിക്കുവാനും അത് പ്രയോജനം കരസ്ഥമാക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ തമ്പുരാനെ. മരണാനന്തര ഖബർ ജീവിതത്തിലും അതേപോലെ തന്നെ പരലോക ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അതിഭയാനകരമായ ആ ദീഖുൽ മുഖാം, ആ ഭയങ്കരമായ നൃത്തത്തിൽ നിന്ന് ഞെരുക്കപ്പെടുന്ന നൃത്തത്തിൽ ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട ദാസന്മാരെ കൂട്ടി ഉൾപ്പെടുത്തി വിചാരണ കൂടാതെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. ആമീൻ. അതിനായുള്ള ഞങ്ങളെല്ലാ പരിശ്രമവും ഒരു സ്വാലിഹ് അമലായി നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.